ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അനാവശ്യമായ വീരവാദങ്ങളൊന്നും മുഴക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു, ഇസ്മയിൽ ഹനിയെ തട്ടി, ഹസൻ നസ്രള്ളയെ കൊന്നു, ഞങ്ങൾ അവിടെ ആക്രമണം നടത്തി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖാമനയി കൊല്ലപ്പെട്ടു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അതായത് ഇസ്രായേൽ ഒരുങ്ങി പുറപ്പെട്ടാൽ അത് തീർത്തിട്ടേ അവർ പിന്നെ നിർത്തുള്ളൂ. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അനന്തമായിട്ട് നീണ്ടു പോവുകയാണ്. നെതന്യാഹു ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, ഇറാനെ അങ്ങ് അടിച്ചു തീർക്കാനായിട്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇറാൻ തന്ത്രപ്രധാനമായ ചില ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്കും അമേരിക്കയ്ക്ക് നേർക്കും എന്തിന് GCC രാജ്യങ്ങൾക്ക് നേർക്കും നടത്തുന്നു. 10,000 രൂപ വിലയുള്ള ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തുടർച്ചയായി ഡ്രോണുകൾ ഉപയോഗിച്ചാൽ സാധിക്കും, തുടർച്ചയായി മിസൈലുകൾ ഉപയോഗിച്ചാൽ സാധിക്കുമെന്ന് ഇറാൻ ഇപ്പോൾ ഏതാണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് റഷ്യൻ നിർമ്മിതമായ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, അമേരിക്ക നിർമ്മിച്ച് ഇറാന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന താഡ് സംവിധാനം, ഇതിനെ തകർക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ദിവസം 2500ഓളം ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. കൂടാതെ ഇപ്പോൾ എവിടെ നിന്നൊക്കെയോ ചില സഹായങ്ങൾ അവർക്ക് കിട്ടുന്നു, അതുപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ ഇറങ്ങുന്നു. അപ്പോൾ ഈ പണി നീണ്ടു പോയാൽ പ്രശ്നമാണ്. ഡൊണാൾഡ് ട്രംപും വലിയ ഒരു ആശങ്കയിലാണ്. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ തീർത്ത് കെട്ടാൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 24 മണിക്കൂർ ടു 48 മണിക്കൂറിനുള്ളിൽ സമയം കൊണ്ട് ലോകം ഞെട്ടാൻ പോകുന്ന, ലോകം അമ്പരക്കുന്ന ചില നീക്കങ്ങൾ ഇസ്രായേൽ US സഖ്യം നടത്തുമെന്നുള്ള വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു. ശരിയാണോ? അങ്ങനെ ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ സംഭവിക്കാമെന്നുള്ള രീതിയിലേക്കൊരു പ്രഖ്യാപനം അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്താവന ഇതോടുകൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം തീരുമാനം ആക്കും ഇറാനെ എന്നുള്ള രീതിയിലേക്കൊരു വാർത്ത വരുന്നുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, അടുക്കും ചിട്ടയിലുമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അതായത് ഓരോന്നോരോന്ന് അവർ വളരെ കൃത്യമായിട്ട്, ഖമൈനി, അതിൻ്റെ അൻസാരികൾ, അതിനുശേഷം അതിൻ്റെ സേനാ തലവൻ, അങ്ങനെ നമ്മൾ നേരത്തെയും അവർ യുദ്ധം ചെയ്യുമ്പോൾ, ഇപ്പോഴും അവർ യുദ്ധം ചെയ്യുമ്പോൾ, അതിനുശേഷം ലോഞ്ചറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, തലസ്ഥാനങ്ങൾ, ഇങ്ങനെ ഒരു രാജ്യത്തിന് എങ്ങനെ ആ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിക്കാം എന്നുള്ളതാണ് അവരുടെ യുദ്ധതന്ത്രം. അങ്ങനെയാണ് അവർ യുദ്ധം ജയിച്ചിട്ടുണ്ട്. പണ്ട് ഈജിപ്തും 7 രാജ്യങ്ങളും കൂടി 48-ൽ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴും ഈജിപ്തിലെ വ്യോമത്താവളങ്ങൾ അടിച്ചാണ് അന്ന് യുദ്ധം നിർത്തിയത്. കാരണം അല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ ഈജിപ്റ്റ് ഇപ്പോൾ അന്ന് ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള, ഏറ്റവും വലിയ ആയുധബലമുള്ള, ഇന്ന് ഈജിപ്റ്റ് അത്രയില്ല, ലോകത്തെ ആയിരുന്നു. അപ്പം അന്നേ അവർക്ക് അച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ചില പാളിച്ചകൾ പറ്റുന്നു. അല്ലെങ്കിൽ അമേരിക്ക കണക്കുകൂട്ടുന്നതിനപ്പുറം ഇറാൻ പോകുന്നു, ഇസ്രായേൽ കണക്കുകൂട്ടുന്നതിനപ്പുറം ഇറാൻ പോകുന്നു. ഇസ്രായേൽ നമ്മൾ എത്ര പറയുമ്പോഴും അവരും ടാർഗറ്റ് ചെയ്യുന്നു, പലതും ടാർഗറ്റ് ചെയ്യുന്നത് സക്സസ് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അത്രയും ഇല്ലെങ്കിലും അവരും ചിലതൊക്കെ ലക്ഷ്യം വെക്കുന്നിടത്ത് പോകുന്നു. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം 5000 കിലോമീറ്റർ വരെ ഉള്ള അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കാൻ തീരുമാനിച്ചാൽ അന്നേരം തന്നെ അറിയാൻ പറ്റുന്ന റഡാർ സംവിധാനമല്ലേ തകർത്തു. അതുപോലെ 5ാം കപ്പൽപ്പടയുടെ അവിടേക്ക് എത്ര വട്ടം മിസൈൽ ഇട്ടു. അതുപോലെ ഇവരുടെ കമാൻഡ് ഇതിൻ്റെ അകത്ത് എത്ര വട്ടം മിസൈൽ ആക്രമണം നടത്തി. ഇതുപോലെ തന്നെ ഇപ്പൊ അവരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ, US-ന്റെയും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ഇസ്രായേലിന്റെയും സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വിവരം അമേരിക്കയുടെ താഡ് സംവിധാനത്തെയും അതുപോലെ ജോർദാൻ, സൗദി, UAE റഡാർ സംവിധാനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ വേണ്ട കോപ്പുകൾ ഒരുക്കിയിരിക്കുന്നു. അപ്പം മനസ്സിലായല്ലോ, ഏതാണ്ട് പ്രധാനപ്പെട്ട, അതായത് പ്രതിരോധ സംവിധാനങ്ങളാണല്ലോ പ്രശ്നം. പ്രതിരോധ സംവിധാനങ്ങൾ അടിച്ചു കളഞ്ഞാണല്ലോ ഇറാന്റെ പുറത്ത് അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിനു മുമ്പേ പറഞ്ഞതുപോലെ ആരോ പുറകിൽ നിഴലുപോലെയുണ്ട്, ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റുകൾ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ യുദ്ധം തുടങ്ങി അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ മുഖത്തിൻ്റെ ലക്ഷണം മാറുന്നു, വികൃതമാകുന്നു, ക്രൂരമാകുന്നു, മാരകമാകുന്നു. അല്ലെങ്കിൽ ആയുധങ്ങൾ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ
ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലേ, ക്ലസ്റ്റർ ബോംബുകൾ, ഇതൊക്കെ ഇസ്രായേലിന് നിർമ്മിക്കാൻ കഴിയുമോ? ഇസ്രായേലിന് നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല. ഇതിന്റെ പുറകിൽ സാങ്കേതിക വിദ്യ വലുതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറാന് നിർമ്മിക്കാൻ പറ്റുന്നതല്ല, അത് റഷ്യക്കൊക്കെ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അത് ചൈനയുടെ കൈ അതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ ചില സപ്പോർട്ടുകളും ചില വർത്തമാനങ്ങളും ഒക്കെ ഉണ്ട്. ഏറ്റവും അവസാനം ഇപ്പൊ പുടിൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ. വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ വേറെ വലിയ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്കും. നിങ്ങൾ വലിയ ചട്ടമ്പിയല്ലേ ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയും, ചട്ടമ്പിയല്ലേ, ചോണയുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കപ്പലൊന്ന് ഓടിച്ച് കാണിക്കാൻ ഈ സമയത്ത് വെല്ലുവിളിച്ചിരിക്കുക. അല്ല, ഞങ്ങളാ അടച്ചിട്ടേക്ക് നിനക്ക് ചോണ. അപ്പൊ അതൊരു വല്ലാത്ത വെല്ലുവിളിയല്ലേ. അതുപോലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ വലിയ റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 5 വരുന്ന രീതിയിലേക്കുള്ള ഒരു ഭൂകമ്പം യുദ്ധസമയത്ത് ഒരു ഭൂകമ്പം ഇറാനിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഭൂകമ്പം ഉണ്ടാവണമെങ്കിൽ അതിനകത്തൊരു അണുപരീക്ഷണത്തിന്റെ സംശയവും കിടക്കുന്നുണ്ട്. അതായത് അണുപരീക്ഷണം, അതുപോലെ ഭൂമിയുടെ താഴെത്തട്ടിൽ അല്ലെങ്കിൽ അത്തരത്തിൽ 10-15 കിലോമീറ്റർ ആഴത്തിലാണ് ഇത് പരീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു പരീക്ഷണം നടന്നിട്ടുണ്ട് ഇറാനിൽ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയും വരുന്നുണ്ട്. അല്ല, അങ്ങനെ അല്ലാതെ ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ആണവ പരീക്ഷണം നടത്തുമ്പോൾ പറയും ഈ ഒരു ഭൂകമ്പ സാധ്യതയുണ്ട്, റിക്ടർ സ്കെയിലിൽ 5 രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി പോയി പരീക്ഷിച്ചാൽ അതായിരിക്കും അവർ മുന്നറിയിപ്പ് ആദ്യമേ നൽകുന്നത്, അല്ലേ? അതല്ല, അത് തന്നെ. ഇപ്പം ഭൂകമ്പമാണെന്ന് വെളിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂകമ്പം ആ റിക്ടർ സ്കെയിൽ എഴുതുമ്പോൾ ഭൂകമ്പം തന്നെയാണ്. ഭൂകമ്പം സ്വാഭാവികമല്ല, അത് അണുപരീക്ഷണത്തിൽ കൂടി ഉണ്ടാവുന്നത്. അതിപ്പം സംശയം. അപ്പം ബാണവായുധം വികസിപ്പിച്ചോ, അല്ലെങ്കിൽ ഇത് നേരത്തെ ഇവർ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിലുണ്ടോ, ഇവർ പറയുന്നുണ്ട് തീർത്ത് കളയും, ഇവർക്ക് ഇത്രയും ആത്മബലം. നമ്മുടെ പാകിസ്ഥാൻ അത്രയും ആത്മബലത്തെ സംസാരിച്ച് എങ്ങനെ സിന്ധുവിന് മുമ്പ് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുഭവം വിടും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തമാശ പറയും. പക്ഷെ അവനതിനുള്ള കാര്യം ഉണ്ടായിരുന്നു, അതിനുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം വേണമെങ്കിൽ ഒരു ചെറുകൊണ്ട് നമ്മൾ അതിന്റെ മുമ്പേ കയറി. നമ്മൾ കിരാനാകിൽ നമുക്കിത് മനസ്സിലായി എവിടുന്ന് അടിക്കും, ആരാണ് ഇതിന്റെ പുറകിൽ. അത് നമ്മുടെ സംവിധാനത്തിന് നമ്മുടെ കഴിവുമാണ്. നമ്മൾ അവൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ, അത് എടുക്കുന്നതിന് മുമ്പേ അവൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അവിടെ അടിച്ചു. പിന്നെ ആണവായുധം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ മുമ്പിൽ കൊണ്ട് ബ്രഹ്മോസ് അടിച്ചു. കാരണം എടുക്കണമെങ്കിൽ അതിനകത്തോട്ട് കയറണ്ടേ. അപ്പൊ അത് ഇന്ത്യയുടെ കഴിവ്. പക്ഷെ ഇതിനകത്തും അത്തരത്തിലൊരു ബലം, ഇപ്പം ഇറാൻ വല്ലാത്തൊരു ബലം. അതുപോലെ ഇറാൻ വേറെ കാര്യം കൂടെ ഇപ്പൊ ചെയ്തില്ലേ, ഞങ്ങൾ ഇനി GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം. അപ്പൊ എന്തൊക്കെയോ എവിടൊക്കെയോ ആരുടെയൊക്കെ ഇടപെടിയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. യുദ്ധം മൊത്തത്തിൽ കുഴഞ്ഞു പറയുന്നുണ്ട്. അതുപോലെ ഇറാൻ പറയുന്നു ഞങ്ങൾ പലയിടത്തും ആക്രമിച്ചിട്ടില്ല. അതിനകത്ത് സാധ്യതയുണ്ട്. കാരണം ഈ GCC രാജ്യങ്ങളെ കയറി ആക്രമിച്ചു എന്ന് വരുത്തി തീർത്താൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരാകും. പിന്നെ ഒരു സഹായം ചെയ്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും അമേരിക്കയോട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇറാനെ ആക്രമിച്ചു. കാരണം അവിടുത്തെ സൈനിക താവളങ്ങളുണ്ടെങ്കിലും ഒറ്റ സൈനിക താവളം ഉപയോഗിക്കരുതെന്നാണ് ഞാൻ അവർ പറഞ്ഞത്. മാത്രമല്ല സൈപ്രസിൽ കയറി ഇവർ അടിക്കുന്നുണ്ട്, ഇപ്പുറത്തേക്ക് മാറി അസർബൈജാനിൽ കയറി അടിക്കുന്നുണ്ട്. അപ്പോൾ മൊത്ത സ്ഥലത്തും യുദ്ധസമയത്ത് ആരെങ്കിലും മിസൈൽ ഇടുകയോ ബോംബിടുകയോ ചെയ്താൽ അതിൻ്റെ കുറ്റം മുഴുവൻ ശത്രുപക്ഷത്ത് നിൽക്കും. ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാനാ. അതുകൊണ്ട് അവിടെ അമേരിക്കയോ ഇസ്രയേലോ അവർക്ക് താല്പര്യമുള്ള മറ്റൊരു രാജ്യമോ ആണ് ഇത്തരമുള്ള നീക്കം നടത്തിയതെങ്കിലും കുറ്റം മുഴുവൻ ഇറാൻ്റെ തലയിൽ വരും. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾ മാറി. ഇവർ ഷിയ സുന്നി എന്ന് പറഞ്ഞിട്ട് ഇവർ സഹോദരങ്ങൾ തന്നെയാണ്. ഇവർക്ക് ഇടയിലുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഷിയാക്കാർ ആത്യന്തികമായിട്ട് ഇവിടുത്തെ ജീവിതമല്ല വലുത്, അങ്ങ് മുകളിൽ ചെല്ലുന്ന ജീവിതമാണ് വലുതെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വേർതിരിവുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഇവർക്ക് ഈ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന് തോന്നും. കാരണം ഗൾഫ് രാജ്യങ്ങളും കൂടി ഇവർക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായം എവിടെ കിട്ടുന്നില്ല. മുസ്ലിം രാജ്യം എന്നതിൽ ഇവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവരിപ്പോൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനാവശ്യമായിട്ടൊരു കാര്യവും പറയില്ല. ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പെസഷ്കിയാനെ, നിങ്ങൾ ഈ യുദ്ധം വിപുലമാക്കാതിരിക്കണം. എന്ന് വെച്ചാൽ വിശാലമാക്കണ്ട, കൊടുക്കാനുള്ള അടിയിൽ. അതിനകത്ത് വേറെ അർത്ഥമുണ്ട്. നിങ്ങൾ അമേരിക്ക ഇസ്രായേലിനെ അടിച്ചു, അല്ലെ അമേരിക്ക അടിച്ചു, വിശാലമാക്കണ്ട, ബാക്കിയുള്ളവരെ വേണ്ടെന്നുള്ളേ ഉള്ളൂ. യുദ്ധം നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയുമ്പോൾ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പുടിൻ ആയുധം കൊടുത്താലും പണം കൊടുത്താലും ഇനി ഇറാന് നിലനിൽപ്പുള്ളൂ, ചൈനയുടെ കയ്യിൽ നിന്ന് നിലനിൽപ്പുള്ളൂ. അപ്പൊ ഇവരുടെ ഇനി പരോക്ഷം എന്നതിനപ്പുറത്തേക്ക് ഇറങ്ങി കളിച്ചാൽ അത് അമേരിക്കയ്ക്ക് താങ്ങാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇത് നീണ്ടു പോകുമ്പോൾ മറ്റവർക്ക് വരാനുള്ള അവസരം കിട്ടും. അതുണ്ടാകരുത്, അടിച്ചങ്ങ് തീർത്തുകള. ഇവർ താഡിനെ തകർക്കാൻ ശ്രമിക്കുന്നു, S-400 തകർക്കാൻ ശ്രമിക്കുന്നു പറയാൻ വലിയ അപകടമാണ്. കാരണം എന്താ, ഈ താഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവരൊരു 10-30,000 രൂപ അല്ലെങ്കിൽ പിന്നെ എത്ര $30,000 ചിലവഴിച്ചൊരു സാധനം ഉണ്ടാക്കുമ്പോൾ $3 ലക്ഷം വേണം താട് തടുക്കാൻ. അപ്പോൾ അവരുടെ പണവും നഷ്ടപ്പെട്ടു, ആയുധവും നഷ്ടപ്പെട്ടു. ഇങ്ങനെ അമേരിക്കയെ
നിരായുധീകരിക്കുന്നു വെച്ചാൽ ആയുധമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു, ആയുധ കലവറ ശൂന്യമാകുന്നു. ഇങ്ങനൊരു തന്ത്രവും വരുന്നതുകൊണ്ടാണ് ഇറാനും അമേരിക്കയും കൂടെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് അങ്ങ് തീരുമാനം എടുത്തത്. അതെ അതെ, ഇന്ന് രാത്രിയോടുകൂടി ഇറാൻ നിഷ്പ്രഭമാകുമെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വക്താക്കൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.